ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന പേപ്പർ ആയ NCA, LC, M, SC ഈഴവ വേരിയസ് LGS എക്സ് സർവീസ്മെൻ ഓൺലി, NCC സൈനിക് വെൽഫെയർ, വാർഡർ അറ്റൻഡ്, NCA SC, ജയിൽ LGS, SR ഫ്രം SC/ST ഓൺലി വേരിയസ്. ഈ ഒരു വിഭാഗത്തിലേക്ക് 19/5/2018 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 62/2018. ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ആൽഫ കോഡ് A ആയിരുന്നു. അപ്പോൾ പിയൂൺ, LGS, LDC പോലുള്ള പരീക്ഷ എഴുതുന്നവർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി പോവുക. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ഹരിയാന തന്നിരിക്കുന്നതിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി മൗണ്ട് K2. മൗണ്ട് K2 ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഗംഗയുടെ പോഷക നദി കോസി. കോസി ഗംഗയുടെ ഒരു പോഷക നദിയാണ്. താഴെ പറയുന്നതിൽ മാംഗനീസിന്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയാക്കിയ വർഷം 1998. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം പാരാദ്വീപ്. കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 6. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിമിൽ സ്ഥാപിച്ചത് എവിടെ? മുംബൈ. ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 2016 ഡിസംബറിൽ തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് വർധ. റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു. ബ്രിക്സ് ഉച്ചകോടിക്ക് 2016 ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം പനാജി. ഫെബ്രുവരി 15 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം 104. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ചീറ്റപ്പുലി. കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് ജില്ല മലപ്പുറം. കസ്തൂരിരംഗൻ കമ്മീഷൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? പരിസ്ഥിതി. GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സാധന സേവന നികുതി. പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ. ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതെന്ന് 2016 നവംബർ 8. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചതാരെ? ബീഗം ഹസ്രത്ത് മഹൽ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ബംഗാൾ. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം വന്ദേ മാതരം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡെ കർഷക സമരം നടന്ന വർഷം 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ. താഴെ പറയുന്നതിൽ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ഏത്? ദാമൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? നാട്ടുരാജ്യ സംയോജനം. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ അരിസ്റ്റോട്ടിൽ.
ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയതാരെ? മാഡം ഭിക്കാജി കാമ. ഭരതമാത എന്ന ചിത്രം വരച്ചതാരെ? അബനീന്ദ്രനാഥ് ടാഗോർ. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ത്രിവർണ്ണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം? 1947. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം? വിവരാവകാശ നിയമം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം? നവംബർ 11. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? ഫ്രഞ്ച് വിപ്ലവം. സാരെ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചതാരെ? മുഹമ്മദ് ഇക്ബാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ? ജസ്റ്റിസ് എച്ച്.എൽ. ദത്തു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല? കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? 2695 മീറ്റർ. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം? മരുപ്രദേശം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല? വയനാട്. പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത്? വാഗമൺ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? കണ്ണൂർ. താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഷൊർണൂർ. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏത്? കളരി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏതു ഗണത്തിൽപ്പെടുന്നു? സംയുക്ത മേഖല. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏത്? മോണോസൈറ്റ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ പരാമർശിക്കുന്ന വ്യക്തിയാര്? പഴശ്ശിരാജ. കേരളത്തെ ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? ജാതി സമ്പ്രദായം. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരെ? ആനി ബസന്റ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ്? ടി.കെ. മാധവൻ. വി.ടി. ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം? യോഗക്ഷേമ സഭ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം? 1891. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? അരുവിപ്പുറം ക്ഷേത്രം. കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ചട്ടമ്പി സ്വാമികൾ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ? വില്യം ലോഗൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ന്യൂട്രോൺ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചൊവ്വ. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? പ്രകീർണനം. ബോക്സൈറ്റ് ഏതു ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര? 340 മീറ്റർ/സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ് ഏത്? ജൂൾ/സെക്കൻഡ്. ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഡ്യൂട്ടീരിയം. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ചാലനം. പാചക ഇന്ധനമായി LPGയുടെ മുഖ്യ ഘടകം എന്ത്? ബ്യൂട്ടൈൻ. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഗാമ കിരണം.
പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? വന്ദന ശിവ. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? ശ്വാസകോശം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? ചിക്കൻ പോക്സ്. ക്യൂനി കൾച്ചർ ഏത് ജീവിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? മുയൽ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമേത്? കണ. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? തട്ടേക്കാട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളയിൽപ്പെട്ടത് ഏത്? പരുത്തി. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നവിടെ? കൊച്ചി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? തൈമോസിൻ. കേരളം 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആർദ്രം. അടുത്ത മാത്സ് ആണ്. 225, 196, -144, 121 വിട്ട സംഖ്യ ഏത്? 169. ഒറ്റയാനെ കണ്ടെത്തുക. വൃത്തം, ചതുരം, സിലിണ്ടർ, ഗോളം. ചതുരം. ഒരു കോഡ് ഉപയോഗിച്ച് വാച്ച് എന്ന വാക്കിനെ YCVEG എന്നെഴുതാമെങ്കിൽ ക്ലോക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ENQEM. ഒരു വരിയിൽ രാമു മുന്നിൽ നിന്ന് 18-മനാണ്, പിന്നിൽ നിന്നും 16-മനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? 33. 54, 84, 97 എന്ന സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എന്ത്? 1000. ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 52 ആണ്. 10 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ തുക എത്രയായിരുന്നു? 32. ഒരു മാസം 1-ാം തീയതി ബുധനാഴ്ചയാണ് എങ്കിൽ ആ മാസം 24-ാം തീയതി ഏതാഴ്ചയാണ്? വെള്ളി. 18/24 (?) ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തെ അക്കം എത്ര? 3. പ്ലസ് എന്ന ഗുണനത്തെയും മൈനസ് എന്ന ഹരണത്തെയും ഇൻറ്റു എന്ന സങ്കലനത്തെയും ഹരിക്കണമെന്ന് വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 15 പ്ലസ് 9 കുറക്കണം 3 ഇൻറ്റു 2 ഹരിക്കണം 4ൻ്റെ വില എന്ത്? 43. 1, 2, 4, 8, 16 ഈ ശ്രേണിയിലെ 10-ാം സംഖ്യ എന്ത്? 512. മനു ഒരു പേന 225 രൂപയ്ക്ക് വാങ്ങി. അത് മധുവിന് 125 രൂപയ്ക്ക് വിറ്റു എങ്കിൽ മനുവിന് കിട്ടുന്നത് ലാഭമോ നഷ്ടമോ? എത്ര രൂപ? നഷ്ടം 100 രൂപ. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? 10 1/2. 5 ലക്ഷത്തിൻ്റെ പകുതി എന്ത്? 2.25 ലക്ഷം. 12, 15, 18 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? 180. 8നെ 1/4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 32. 0.27നെ 1-ൽ നിന്ന് കുറച്ചാൽ ഉത്തരം എത്ര? 0.73. റൂട്ട് ഓഫ് 30 പ്ലസ് റൂട്ട് ഓഫ് 30 പ്ലസ് റൂട്ട് ഓഫ് 32 പ്ലസ് റൂട്ട് ഓഫ് 15 പ്ലസ് റൂട്ട് 1ൻ്റെ വില എത്ര? 6. ഒരു കാർ 40 km/മണിക്കൂർ വേഗത്തിൽ 15 മിനിറ്റ് സഞ്ചരിക്കുന്നുവെങ്കിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു? 10 കിലോമീറ്റർ. ഒരു കുട്ടി ഒരു സംഖ്യ 10 കൊണ്ട് ഹരിക്കേണ്ടതിന് പകരം 10 കൊണ്ട് ഗുണിച്ചു പോയി. അപ്പോൾ കിട്ടിയ ഉത്തരം 400 ആണ് എങ്കിൽ കുട്ടിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഉത്തരം എത്ര? 4. ഒരു സഞ്ചിയിൽ 13, 7, 7/25 കിലോഗ്രാം അരിയും 8, 2/25 കിലോഗ്രാം ഗോതമ്പും 3, 6/25 കിലോഗ്രാം പഞ്ചസാരയുമുണ്ട്. ഇതിൽ നിന്നും 3, 4/25 കിലോഗ്രാം അരിയും 2, 1/25 കിലോഗ്രാം ഗോതമ്പും 6/25
25 കിലോഗ്രാം പഞ്ചസാരയും എടുത്താൽ ശേഷിക്കുന്നവയുടെ ആകെ ഭാരം എത്ര? 19 6/25. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.